ഒരു ചെറിയ വെട്ട് വിളിക്കുന്നുണ്ടോ? സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആ വെട്ട് ശരിക്കും തെളിഞ്ഞിട്ടില്ല സാർ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കാൻ. അതല്ല ചോദിച്ചത്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ രേഖ കയ്യിലുള്ളവർ കൊലപാതകം ചെയ്യും. നീ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ തെളിവാണിത്. എങ്കിലും സ്വന്തം അച്ഛനെ തന്നെ തട്ടിക്കളഞ്ഞുള്ള വിഷ്ണു. ഓട്ടെ, സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. ശവം എവിടെ ഇട്ടിരിക്കുന്നു? അപ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് തീർച്ചയാണ് സാർ. നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ, കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നു പറയും. അച്ഛനോട് രൂപ വാങ്ങിക്കാൻ നാടേക്കാൻ പോയില്ലേ? എന്നിട്ട് അവസാനം അച്ഛനെയും കാത്ത് ഗേറ്റിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്ന ബാലവാലൻ എന്ന് പറയുന്ന ആളാ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി? നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നില്ലല്ലോ? അതങ്ങനെ ബസ് കിട്ടണ്ടേ? നീ പറയുന്ന മുഴുവൻ നുണയാണ്. ബാലഗോപാലോട് വണ്ടിക്കൂലും വാങ്ങി നീ നേരെ പട്ടഷാപ്പിലേക്കല്ലേടാ പോയത്? ഞാൻ പട്ടയടിക്കാറില്ല. നീ പട്ടയടിക്കാറില്ല. അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു. നീ വഴിയിൽ കാത്തു നിന്നു. കുടിയും കഴിഞ്ഞ് ലെക്ക് കെട്ട് വരുന്ന അയ്യപ്പനെ വഴിയിൽ കാത്തു നിന്ന് നീ കുത്തി കൊന്നിട്ട് ശവ ഇവിടെ മറവ് ചെയ്തു അല്ലേടാ? എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ? എന്തോ എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ വല്ലതും പറഞ്ഞ ഇങ്ങോട്ട് യേശു അറസ്റ്റ് ചെയ്തോ സാറേ? കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോന്നോളാം. അപ്പൊ നീ ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വന്നില്ലടാ കൊലപാതകത്തിന് ഇറങ്ങിയിരിക്കുന്നു. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ ഞാൻ നോക്കട്ടെ. എന്നിട്ട് പറഞ്ഞേ ഇവരെ പിടിച്ച് ലോക്കപ്പി. എന്നിട്ട് ആ സ്ത്രീയെ പറഞ്ഞേച്ചേക്ക്.